ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, സക്രാരിയുടെ കാവൽക്കാരിയായി വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധ എഫ്രാസ്യാമ്മ സക്രാരിൽ എഴുന്നള്ളിയിരിക്കുന്ന ക്രിസ്തു എന്ന കേന്ദ്രബിന്ദുവിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെടുവാനുള്ള കാരണം അമ്മിന്റെ പാലിനോടൊപ്പം അമ്മയിൽ നിന്നും കുഞ്ഞു എഫ്രാസ്യയ്ക്ക് പകർന്നു കിട്ടിയത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും നാഥനായ ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കാനുള്ള യാത്ര അമ്മയെ എത്തിച്ചത് സക്രാരിക്ക് മുന്നിലും. ഇന്നത്തെ തലമുറയ്ക്ക് അമ്മിന്റെ പാലിനോടൊപ്പം ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ മാസ്മരിക ലോകമാണ്. ഫേസ്ബുക്കും വാട്സാപ്പും അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്നു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടും ചാനലുകളിൽ മാറി മാറി ചർച്ചകൾ നടത്തിയും സ്വന്തം താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാതെയും ദൈവിക മൂല്യങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാതെയും ആത്മീയ ജീവിതത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇന്നിന്റെ അടിപൊളി സംസ്കാരത്തിൽ ഒരു ചോദ്യം ഉയരുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ തൃപ്തരാണോ? യഥാർത്ഥ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നശ്വരമായ ഒന്നിനും ആത്മസംതൃപ്തി നൽകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അനശ്വരനായ ദൈവത്തെ സ്വന്തമാക്കി ആരാലും അറിയപ്പെടാതെ ഒളിക്കപ്പെട്ട ജീവിതം നയിച്ച് വിശുദ്ധയാകണം എന്ന ദൃഢനിശ്ചയത്തോടെ ജീവിച്ച വിശുദ്ധ എഫ്രാസ്യാമ്മയുടെ ജീവിതം ഇത്തരത്തിൽ ലോകത്തിന് ഒരു വെല്ലുവിളിയാണ്. കണ്ണുകളിൽ നിറയെ ശാന്തിയും അധരങ്ങളിൽ നിറയെ ജപങ്ങളും കൈകളിൽ നിറയെ സുഹൃതങ്ങളും ഹൃദയം നിറയെ എളിമയും മനസ്സ് നിറയെ ധ്യാനവുമായി ഒല്ലൂർ കർമ്മലീത്ത മഠത്തിലൂടെ നടന്നു നീങ്ങിയൊരു ജീവിതം. പ്രാർത്ഥന എന്ന അച്ചുതണ്ടിലാണ് ആ ധന്യാത്മാവിന്റെ ജീവിതം കറങ്ങിക്കൊണ്ടിരുന്നത്. സൂര്യകാന്തി പുഷ്പം സദാ സൂര്യനിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെ, ഒരു കാന്തസൂചിയിലേക്ക് ആകർഷിക്കുന്ന ഇരുമ്പുതരികൾ പോലെ ദിവ്യകാരുണ്യനാഥനിലേക്ക് ആകർഷിക്കപ്പെട്ട് സദാ അവിടെ ചേർന്നിരുന്ന് കൈകൾ കുരിശാകൃതിയിൽ പിടിച്ച് സക്രാരിയിലേക്ക് കണ്ണു ചിമ്മാതെ നോക്കി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ എഫ്രാസ്യാമ്മയ്ക്ക് മണിക്കൂറുകൾ കടന്നു പോകുന്നത് അറിയില്ലായിരുന്നു. സദാ പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ അമ്മയെ കാണുന്നവർ അവളെ വിളിച്ചു സക്രാരിയുടെ കാവൽക്കാരി. ദിവ്യകാരുണ്യത്തിന്റെ പ്രേസിയായിരുന്നു അവൾ. ദിവ്യകാരുണ്യത്തിൽ ദൈവം നമ്മെ സ്പർശിക്കുകയും നമ്മൾ ദൈവത്തെ സ്പർശിക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം 10 മടങ്ങ് ശക്തിയിൽ അവളിൽ പ്രവർത്തിച്ചതിനാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയും സക്രാരിയിൽ കണ്ണു നട്ടിരുന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ ഹൃദയമെടുപ്പ് ഏറ്റുവാങ്ങിയ വിശുദ്ധ എഫ്രാസ്യാമ്മ ദിവ്യനാഥനിൽ ചെലുത്തുന്ന സ്വാധീനം ജനം തിരിച്ചറിഞ്ഞു. അവർ അമ്മയുടെ പക്കൽ പ്രാർത്ഥനാ സഹായമായി എത്തി ഉപദേശങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ചു. ജീവിതത്തെ പ്രാർത്ഥനയിൽ നിന്നും പ്രാർത്ഥനയെ ജീവിതത്തിൽ നിന്നും വേർപിരിക്കാനാവാത്ത വിധം ശൈശവം മുതൽ ഒരു നിയോഗമെന്ന പോലെ സ്വർഗവുമായി ഇടപഴകിയ ഈ നല്ല അമ്മയുടെ വിശുദ്ധ എഫ്രാസ്യാമ്മയുടെ ജീവിത മാതൃക നമുക്കും സ്വന്തമാക്കാം. നമുക്കോർക്കാം, വിശുദ്ധരുടെ അവശിഷ്ടങ്ങൾ നമുക്ക് തിരുശേഷിപ്പുകളാകുന്നു. അതുപോലെ നമ്മുടേതും തിരുശേഷിപ്പുകളാകണമെങ്കിൽ സക്രാരിയിൽ എന്നെയും നിന്നെയും കാത്തിരിക്കുന്ന ഈശോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാകട്ടെ. ആ ഈശോ പഠിപ്പിച്ചു തരും ഈ ആധുനിക ലോകത്തിൽ എങ്ങനെ വിശുദ്ധരായി ജീവിക്കണമെന്ന്. യഥാർത്ഥ സന്തോഷമായ ക്രിസ്തുവിനെ നേടാനും ഈ ലോകം മുഴുവനുമുള്ള എല്ലാവരെയും ക്രിസ്തുവിനായി നേടാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.